കുട്ടികളോട് ഒരു തമാശ പറഞ്ഞു നോക്കൂല, എന്ത് പ്രതികരിക്കുന്നറിയാൻ. നമ്മുടെ പൂർവികരുണ്ടോ ചോരത്തില് കൊരങ്ങന്മാര്. അപ്പൊ ഉടനെ എന്റെ സുഹൃത്ത് നല്ല തമാശക്കാരനാ, അത് നിങ്ങളെ പൂർവികനായിരിക്കും. എനിക്കതെന്നെ കിട്ടണ്ട്. കൊരങ്ങുന്ന മനുഷ്യനുണ്ടായത് അംഗീകരിക്കാൻ മനുഷ്യന്റെ മനസ്സ് സമ്മതിക്കുവോ? ഇല്ല. സുഹൃത്തുക്കളെ ആലോചിക്കാൻ, കൊരങ്ങ് ഡ്രസ് ധരിച്ചിട്ടുണ്ടോ? അവിടെ എത്ര കൊരങ്ങ് ഡ്രസ് ധരിച്ചിട്ടുണ്ട്? ആലോചിച്ചു. പരിണാമ സിദ്ധാന്തത്തിന്റെ ഏത് ദേശയില ആണും പെണ്ണും ഡ്രസ്സ് ധരിക്കണം എന്നുള്ള ബോധം ഉണ്ടായത്? എപ്പോഴാണ്ടായത്? അതിനൊന്നും യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും മറുപടിയില്ല. ഇല്ല സുഹൃത്തുക്കളെ, ചിലതിനൊന്നും ചിലർക്ക് മറുപടിയില്ല. ഇസ്ലാമിന് എല്ലാത്തിനും മറുപടിയുണ്ട്. ഇസ്ലാം ചോദിച്ചോ, അന്തസ്സായിട്ട് ചോദിക്കൊണ്ടോലോട് ചോദിക്കണം. ഇസ്ലാമിനെ പറ്റി വിവരമില്ലാത്തവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. വിവരമുള്ളവരോട്, ഖുർആനിൽ നിന്നും സുന്നത്തുനിന്നും ഇസ്ലാം പഠിച്ചവരോട്, അല്ലാതെ നാട്ടാചാരത്തും നാട്ടുകിടപ്പെന്നും ആരോ എഴുതിയ പാളക്കിതാബെന്നും മതം പഠിച്ചവരോടല്ല. അത് ഞാൻ തുറന്നു പറയാ, അവരാണ് ഏറ്റവും വലിയ അപകടകാരികൾ. ഇസ്ലാം ഇത്രയേറെ മോശമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുന്നതേ അത് മുസ്ലിങ്ങളുടെ ജീവിതം കൊണ്ടുകൂടിയാണ്. അത് ഞാൻ തുറന്നുകൂടെ പറയുന്നു. അവിടെയാണ് ഞാൻ നിങ്ങളോട് ഒരു പോയിന്റ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചുകൊള്ളുക. ദുബായിൽ നിന്ന് ഹനീഫ എന്ന് പറയുന്ന ഒരു പയ്യൻ എന്നെ വിളിക്കുകയാണ്. ഫോണില് വിളിച്ചിട്ട് അവൻ എന്നോട് പറയുന്നറിയാം, ഞാന് ഇപ്പോ ക്രൈസ്തവരുടെ കൂടെയാണ്. എന്നോട് പറയാം. ഞാൻ ചോദിച്ചു, എന്താ മോനെ, നീ എന്തുകൊണ്ടാ ക്രൈസ്തവ? ഞാനൊരു അച്ഛനെ പരിചയപ്പെട്ടു, അച്ഛനിപ്പോ എന്നെ വിടാതെ കൂടിയതാണ്. അങ്ങനെ അവരോരോ കാര്യം പറയുന്നുണ്ട്. മുഹമ്മദ് നബി മോശക്കാരനെ അറിയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ എന്താ പള്ളിയിലച്ഛൻ നിന്നോട് നബിനെ കുറിച്ച് പറഞ്ഞു? കഥ അറിയാനും ഞങ്ങളോട് പറയാനുമാണ്. അപ്പൊ അവൻ പറഞ്ഞ എന്താ വെച്ചാൽ, ഒരു സ്ത്രീലമ്പടനായിരുന്നു, ഒരുപാട് പെണ്ണുങ്ങളെ കെട്ടി വൃത്തികെട്ടൊരു കാമാസക്തനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നീ മുസ്ലിം ആയ കാലത്ത് ശരിക്കും ശ്രദ്ധിച്ചോട്ടോ, ഒരു അപാര പോയിന്റാണ്. ക്രിസ്ത്യാനികളെ സത്യസന്ധരാണെങ്കിലെങ്കിൽ നിങ്ങൾക്കും കണ്ണോർക്കണം, ഹൈന്ദവരെ നിങ്ങൾക്കും കണ്ണോർക്കണം, മുസ്ലിങ്ങളെ പഠിച്ചിട്ടില്ലേ പഠിച്ചോളി. ഒരപാരമായ പോയിന്റ് എന്ന് ഞാൻ പറയുന്നത് വെറുതെ പറയല്ല കേട്ടോളി. എന്താ? ഞാൻ അവനോട് ചോദിച്ചു, മോനെ ഈ മുസ്ലിം ആയ കാലത്ത്, ഇപ്പൊ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത്, ഈ മുസ്ലിം ആയ കാലത്ത് എന്റെ അവസ്ഥ എന്താ? എല്ലാരും കടലാസും പെണ്ണുണ്ട് എഴുതിയെടുത്തോളി. അത്ര നല്ല പോയിന്റാ, നെഞ്ചത്ത് കുറിച്ചോളി, ഫോണുള്ളവരൊക്കെ റെക്കോർഡ് ചെയ്തോളി. അതാ ഇസ്ലാമിന്റെ ആരെങ്കിലും പറയാം. നീ മുസ്ലിം ആയ കാലത്ത് മുഹമ്മദ് നബിയോട് നിനക്ക് വെറുപ്പായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇപ്പം പറഞ്ഞു, അല്ല, ഇഷ്ടമായിരുന്നു, അപാര ഇഷ്ടം. അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും വലുത് റസൂലായിരുന്നു. ഇപ്പോഴോ ഭയങ്കര ചീപ്പായ ഒരാളാണ് മുഹമ്മദ് നബി. ഞാൻ ശരിക്കും വിഷയം ശരിക്കും പഠിച്ചോളി കേട്ടോ, നന്നായി പഠിച്ചോളി, നല്ലോണം പഠിച്ചോളി. മതം എന്താ, മതം എന്തല്ല, ആരാ സഹിഷ്ണുതയുള്ളവര്, ആരാ സഹിഷ്ണുതയില്ലാത്തവര്. എന്നിട്ട് ഞാൻ അവനോട് രണ്ടാമത്തെ ചോദ്യം, നീ മുസ്ലിം ആയ കാലത്ത് മൂസാ നബിയെ കുറിച്ച് നിന്റെ ധാരണ എന്താ? നല്ല ധാരണയാണ്, അള്ളാന്റെ നബിയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാ ഞാൻ പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാ ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ അറിയോ? മൂസാ നബിക്ക് ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് എന്നവൻ എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ അവനോട് ചോദിച്ചു, ഈസാ നബിയെ കുറിച്ച്, ക്രിസ്ത്യാനികൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് നിന്റെ ധാരണ എന്താ? അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ആള്. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ? അത് മാനന്തവാടിക്ക് ഇടുങ്ങിക്കൊള്ളട്ടെ, മാനന്തവാടിയിലെ മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിക്കൊള്ളട്ടെ. ഞാൻ അവനോട് ചോദിച്ചു, നീ മുസ്ലിമായ കാലത്ത് ഒരു നബീനോടും നിനക്ക് വെറുപ്പില്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മനസ്സായിരുന്നു നിനക്ക്. നീ ക്രിസ്ത്യാനി ആയതോടുകൂടി മുഹമ്മദ് നബിയെ നിനക്ക് വെറുക്കേണ്ടി വന്നു, മൂസാ നബിയെ നിനക്ക് വെറുക്കേണ്ടി വന്നു. അപ്പൊ ഇസ്ലാം വിട്ടതോടുകൂടി രണ്ട് നബിമാരെ വെറുത്തേ പറ്റൂ എന്ന സിദ്ധാന്തത്തിൽ നീ എത്തി. ഒരു നബീനെയും വെറുക്കാതെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഇസ്ലാം വിട്ടിട്ട് രണ്ട് നബിമാരെ വെറുക്കുന്ന സിദ്ധാന്തം നീ എന്തിനു സ്വീകരിച്ചു? കിടുങ്ങിപ്പോയി. ഞാനത് ക്രിസ്ത്യാനികളെ ചൊടിപ്പിക്കാൻ വേണ്ടി പറയല്ല. നിങ്ങളും ആലസ്യത്തിലാണ്, ഞങ്ങളും ആലസ്യത്തിലാണ്, ലോകത്തെ ഭൂരിപക്ഷവും ഇന്ന് ആലസ്യത്തിലാണ്. ഒന്ന് തിരിച്ചു വരേണ്ടത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയൊന്നില്ല. എന്നാ ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഒന്നുകൂടെ ക്ലിയർ ആകുന്നതോട് അതങ്ങ് ക്ലിയർ ആവും. എന്നിട്ടും ക്ലിയർ ആയില്ലേ എങ്കിൽ നിങ്ങളെ തലച്ചോറ് ഇവിടെ കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ട് ഫിറ്റ് ചെയ്യാം. അതെന്താ? നിങ്ങൾ നോക്കി, ലോകത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, മഞ്ചേരി എന്നൊരു സ്ഥലമുണ്ട്. മഞ്ചേരി മർക്കസുൽ ബിഷാറ എന്നുള്ളൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. എന്താണ് മർക്കസുൽ ബിഷാറ? അവിടെ ഫാദർ അലവി കേട്ടിട്ടുണ്ടാവും, ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാമല്ലോ. ഫാദർ അലവി, ഈ ഫാദർ അലവി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരുന്നുകൊണ്ടൊരു മിഷണറി പ്രവർത്തനം നടത്തുന്നുണ്ട്. എല്ലാരും ആലോചിക്കണം കേട്ടോ, എല്ലാരും ചിന്തിക്കണം. നല്ല പോയിന്റ് മനസ്സ് കുറിച്ചിട്ടോളി. നിങ്ങൾ മനസ്സിൽ ശരിക്കും കുറിച്ചിട്ടോളി, നല്ലോണം, നല്ല വണ്ണം ആലോചിക്കണം, നല്ല വണ്ണം ആലോചിക്കണം. എന്താ പോയിന്റ്? അവിടെ നിന്ന് എഴുതിയ മലയാളത്തിലെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്.
അതിലൊരു പുസ്തകത്തിൽ പറയാണ്, മുഹമ്മദ് നബീനെ കുറിച്ച് പറയാണ്, മുഴുകുടിയനായിരുന്നു. ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുകുടിയനായിരുന്നു. അങ്ങനെ കുടിച്ച് ലക്കുല്ല കാണും കിട്ട് ചാണകക്കൂനയിലേക്ക് മറിഞ്ഞിട്ട് വീണിട്ടാണ് അദ്ദേഹം മരിച്ചത്. മർക്കസുൽ ബിഷാർ എഴുതിയ പുസ്തകമാണ്. ഇനി നിങ്ങൾക്ക് ലോക മിഷനറി പ്രവർത്തനം, ലോകത്തിലെ ക്രിസ്തീയ മിഷനറി എഴുതിയ ഗ്രന്ഥങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട്. കണ്ടെയ്നർ കണക്കിന് കൊണ്ട് നമ്മൾ ഇറക്കിയാലും ആ പുസ്തകം മുഴുവനും നിങ്ങൾ പരിശോധിച്ചാൽ മുഹമ്മദ് നബിയെ കുറിച്ച് മോശമായിട്ട് എഴുതിയത് കാണാം, ഇസ്ലാമിനെ കുറിച്ച് മോശമായിട്ട് എഴുതിയത് കാണാം. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ അറിയോ? കേട്ടോളി കണ്ടോളി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? യേശു ക്രിസ്തുവിനെ പറ്റി മോശമായിട്ട്, ഈസാ നബിയെ കുറിച്ച്, ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് മോശമായിട്ട് ലോകത്തെവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഇവിടെ നോക്കി, എല്ലാരും ഇവിടെ നോക്കി, ഈ പേപ്പർ കണ്ടോ? ഈ പേപ്പറിന്റെ വലുപ്പത്തിൽ ഒരു കുറിപ്പ് പോലും മാനവ ചരിത്രത്തിൽ ഇന്ന് വരെ യേശു ക്രിസ്തുവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ഇറക്കിയിട്ടില്ല. യേശു ക്രിസ്തുവിനെ ചീത്ത വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു ഇത്തറപ്പോന്ന കടലാസിൽ ഈസാ നബിനെ പറ്റി മോശം പറഞ്ഞ് എഴുതിയിട്ടില്ല മുസ്ലിങ്ങൾ. എന്നാൽ കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ, കോടി അക്ഷരങ്ങളിൽ മുഹമ്മദ് നബിക്കെതിരെ ക്രൈസ്തവർ എഴുതിയിട്ടുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടില്ല. എന്തൊരു അത്ഭുത ഇത്! തീർന്നില്ല. നിങ്ങൾ ബൈബിള് പരിശോധിച്ചോ, ബൈബിളിലെ യേശു ക്രിസ്തു മഹാനാണോ? അല്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചോ? ഞാനത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ജൂതന്മാരുടെ യെരമ്യാ പ്രവാചകൻ എഴുതിയ ലേഖനത്തിൽ എന്താ ഉള്ളത്? കള്ളത്തൂലികകൾ വേദഗ്രന്ഥത്തെ കേടുവരുത്തിയെന്ന് ബൈബിളില്ലേ? ഉണ്ട്. മനുഷ്യന്റെ കൈകടത്തലുണ്ടായി. ബൈബിളിൽ പി.ടി. കുരുവിള ബൈബിൾ കാലഘട്ടങ്ങളിലൂടെ എന്ന പുസ്തകത്തിൽ തീർത്തു പറഞ്ഞിട്ടില്ലേ? ബൈബിളിലെ കൈകടത്തലുണ്ടായി. ആ കൈകടത്തൽ എന്ത് വന്നു? ഈസാ നബി മദ്യം വിളമ്പുന്ന ആളായി. അത് അത്ഭുതത്തോടുകൂടി നമ്മൾ വായിക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം മദ്യമാക്കി യേശു ക്രിസ്തു വിളമ്പി, ആളുകൾ മത്തന്മാരായി. യേശു ക്രിസ്തു ആദ്യം ചെയ്ത അത്ഭുതം എന്താ? കാനായിലെ കല്യാണ വിരുന്നിൽ മദ്യമാക്കി. അബ്കാരി കോൺട്രാക്ടർമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശു ക്രിസ്തുവിന് പച്ചവെള്ളം മദ്യമാക്കാമെങ്കിൽ സ്പിരിറ്റ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് മദ്യമാക്കിക്കൂടാ? പള്ളിയിലച്ചമാരെന്ത് മറുപടി അറിയും? യേശു ക്രിസ്തുവിന് പച്ചവെള്ളം മദ്യമാക്കാമെങ്കിൽ സ്പിരിറ്റ് ഞങ്ങൾക്ക് കള്ളാക്കിക്കൂടെ? പള്ളിയിലച്ചമാര് കൊയങ്ങിപ്പോകും. യേശു ക്രിസ്തുവിന്റെ പേരിൽ യേശു ക്രിസ്തു ചെയ്തിട്ടില്ലട്ടോ. അതാണ് ഏറ്റവും പ്രധാനം. ഇസ്ലാം പറയുന്നത് എന്തറിയോ? യേശു ക്രിസ്തു മദ്യം വിളമ്പിയിട്ടില്ല. കാരണം മദ്യപാനി പതിതനാണെന്ന് ബൈബിളിലുണ്ട്. മദ്യപാനി പതിതനാണ് എങ്കിൽ ആ പണി യേശു ക്രിസ്തു ചെയ്യിപ്പിക്കുവോ? യേശു ക്രിസ്തു കാണിച്ച ഒന്നാമത്തെ അത്ഭുതം ബൈബിൾ പ്രകാരം എന്താണ്? കാനായിലെ കല്യാണ വിരുന്നിൽ മദ്യം വിളമ്പിന. ഖുർആനിൽ യേശു ക്രിസ്തു കാണിച്ച ഒന്നാമത്തെ അത്ഭുതം എന്താ അറിയുന്നത്? ആഹാ, ഖുർആനിലുണ്ടോ അത്ഭുതം? ആണ്ട്. ഖുർആൻ അത്ഭുതം കേട്ടോളി. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിനെ ശരിക്കും ഇഷ്ടപ്പെട്ട, സംരക്ഷിച്ച, അദ്ദേഹത്തിന്റെ മഹത്വം കൂടുതൽ പ്രോജ്വലിപ്പിച്ച ഗ്രന്ഥം അത് ഖുർആനാണ്. ഞാൻ വെറുതെ പറയല്ല. കമ്പാരിറ്റീവ് റിലീജിയൻ നടത്താൻ ചെയ്യാറുണ്ടോ? ബൈബിളിലെ യേശു ക്രിസ്തു, ഖുർആനിലെ യേശു ക്രിസ്തു. ഞാൻ പറയുന്നത് ബൈബിളിലെ യേശു ക്രിസ്തു അത്ര മുന്തിയാളല്ല. ഖുർആനിലെ യേശു ക്രിസ്തു മഹാനായ പ്രവാചകനാണ്. വ്യത്യാസമുണ്ട്. എന്താ? ജൂതന്മാരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ പരിശോധിച്ചിട്ടുണ്ടോ? ജൂതന്മാര് യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയുന്നത്? ലോകത്ത് ക്രിസ്ത്യാനികളും ജൂതന്മാരും, ലോകത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ തമ്മിൽ തല്ലാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതില്ലാതാകണം. അതിനുള്ള മാർഗം ഞാൻ പറയുന്നത്. അതിനുള്ള മാർഗം ശരിക്കും നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി പോകാന്നുള്ള. നിങ്ങൾക്കറിയാം ജൂതന്മാര് യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയണേ? ജൂതന്മാര് യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയണേ? ജാരസന്തതി, നഊദു ബില്ലാഹ്, മറിയം പിഴച്ചുപോയി. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി, നീ ഇങ്ങനെ വൃത്തികെട്ടവളായി പോയല്ലോ എന്ന് ജൂതന്മാരെന്താ പറഞ്ഞറിയോ? യേശു ക്രിസ്തു ജാരസന്തതിയാണ്. എന്തൊരു തോന്നിയാസാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ജൂതന്മാര് പറഞ്ഞ തോന്നിയാസം. ക്രിസ്ത്യാനികളോ? യേശു ക്രിസ്തുവിന് ഇല്ലാത്തൊരു കാര്യം അവരും പറഞ്ഞു. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ പുത്രനാണ്. ഇത് രണ്ടും ശരിയല്ല. ദൈവത്തിന്റെ പുത്രനാണ് എന്നതും ശരിയല്ല, ജാരസന്താനാണെന്നുള്ളത് ശരിയല്ല. പിന്നെന്താ ശരി? ഖുർആനിലെ ഒന്നാമത്തെ അത്ഭുതം എന്താ അറിയുന്നത്?
ഖുർആൻ മറിയം ബീവിനെ ചീത്ത പറഞ്ഞവരാ ജൂതന്മാര്. ഇങ്ങനെ ആയി പോയല്ലോ, എന്റെ കുടുംബക്കാരൊക്കെ നല്ല ആളുകളായിരുന്നല്ലോ, ഇങ്ങനെ പഴച്ചു പോയല്ലോ, വ്യഭിചരിച്ചല്ലോ, ആരാ പയ്യൻ, ആരാ ചെറുപ്പക്കാരെന്നൊക്കെ ഒരു ചോദിക്കുകയാണ് ജൂതന്മാര്. മറിയം ബീവിക്ക് പരിശുദ്ധമായി ജനിച്ച പുത്രനാണ് ആര്? ഈസാ നബി. അള്ളാന്റെ അടിമയാണ്, പ്രവാചകനാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ ലഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻതു. ഖുർആൻ പറയാണ്, എന്താ പറയണറിയോ? തൊട്ടിലിൽ കിടന്ന് യേശുക്രിസ്തു സംസാരിക്കാൻ. ഖുർആനിൽ, ബൈബിളിൽ അത്ഭുതമല്ല, ബൈബിളിൽ ഈ അത്ഭുതമല്ല. തൊട്ടിലിൽ യേശുക്രിസ്തു ജനിച്ച് കിടക്കുമ്പോ നിങ്ങൾ ആലോചിക്കണം, കന്യാമറിയമിന്റെ പുത്രനായ യേശുക്രിസ്തു തൊട്ടിലിൽ കിടക്കുമ്പോ സുഹൃത്തുക്കളെ ഉമ്മാനെ പറ്റി നാട്ടുകാർ തോന്നിയാസം പറയാണ്. അപ്പൊ തൊട്ടിലിൽ നിന്ന് യേശുക്രിസ്തു സംസാരിക്കാൻ, എന്റെ ഉമ്മ പഴച്ച പെണ്ണല്ല, എന്റെ ഉമ്മ പരിശുദ്ധയാണ്, ഞാൻ അള്ളാന്റെ അടിമയാണ്, ഞാൻ റസൂലാണ്, എനിക്ക് ഗ്രന്ഥം നൽകപ്പെടുന്നുണ്ട്, ഞാനൊരു പ്രവാചകനാണ്. നിങ്ങൾ ആലോചിച്ചോ, ബൈബിളിൽ കാനായിൽ കല്യാണ സദസ്സിൽ മദ്യം വിളമ്പിയവനായിട്ടാണ് യേശുക്രിസ്തു. ഖുർആനിലോ സ്വന്തം മാതാവിന്റെ ചാരിത്രശുദ്ധിയിൽ തോന്നിയാസം പറഞ്ഞവരെ എതിർത്ത് തിരുത്തി ഉമ്മയുടെ പരിശുദ്ധത പ്രൊട്ടക്ട് ചെയ്ത പ്രവാചകനാണ് ആര്? ഈസാ നബി. ഇനി തല കൊടുത്താലോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്ക്. ഇനി മറിയം എത്ര തവണ ബൈബിളിലുണ്ട് പേര് ഒന്ന് പരിശോധിച്ചേ. ഖുർആനിലെ 34 സ്ഥലത്ത് മറിയം എന്നുള്ള പേര്, 34 സ്ഥലത്ത് മറിയം ബീവിന്റെ പേര്. ഐഷ ബീവിയുടെ പേരില്ല, ഖദീജ ബീവിയുടെ പേരില്ല, നബിയുടെ അമ്മ ആമിനാന്റെ പേരില്ല, നബിയുടെ മകൾ ഫാത്തിമയുടെ പേരില്ല. ഇല്ല, മറിയം ബീവിയുടെ പേര്. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്തു മറിയം. നിങ്ങൾക്കറിയോ, പ്രവാചകന്റെ കാലത്ത് നേഗസ് രാജാവിന്റെ കൊട്ടാരത്ത് പോയി. ക്രിസ്ത്യാനിയായ ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ ജഅഫർ ബിൻ അബീ ത്വാലിബിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ അവിടെ ചെന്നപ്പോ ഒരാള് പറഞ്ഞു, എന്ത് ക്രിസ്ത്യാനികളെ കുറിച്ചും മറിയം ബീവിനെ കുറിച്ചും ഈസാ നബിയെ കുറിച്ചും മുസ്ലിങ്ങൾ മോശമാണ് പറയുന്നത്. അപ്പൊ അക്കാലഘട്ടത്തിൽ തുടങ്ങിയാണ് ഈ തോന്നിയാസം പറച്ചില്. അക്കാലത്ത് അബൂ സുഫിയാനും ടീമും എന്താ പറയുന്നറിയോ? ഈ ജഅഫർ ബിൻ അബീ ത്വാലിബിന് നിങ്ങൾ അഭയം കൊടുക്കരുത്, നിങ്ങളുടെ ഈസാ നബിയെ, ജീസസ് ക്രൈസ്റ്റിനെ, കന്യാമറിയമിനെ ചീത്ത പറഞ്ഞവരാണ് ഇവർ. ജഅഫർ ബിൻ അബീ ത്വാലിബ് നേഗസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് സൂറത്ത് മറിയം ഓതി കൊടുത്തു. സൂറത്ത് മറിയം ഖുർആനിലെ 19-ാം അധ്യായം. വിശുദ്ധ ഖുർആനിൽ 114 അധ്യായം ഉണ്ട്. അതിലൊരു അധ്യായത്തിന്റെ പേര് സൂറത്ത് മറിയം. 25-ലധികം തവണ ഈസാ നബിയുടെ പേര് പറഞ്ഞു ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 4 തവണയാണ് പേരെടുത്ത് പറഞ്ഞത്. ഖുർആൻ ഒരിക്കലും പക്ഷപാതിത്വം കാണിച്ചിട്ടില്ല, അന്ധത കാണിച്ചു. ഏറ്റവും രസമുള്ള പോയിന്റ് എന്താ? സാധാരണയായ ആളുകൾ എന്താ മനസ്സിലാക്കണേ? ആളുകൾ മനസ്സിലാക്കുന്നത് ഇസ്ലാം വന്നിട്ട് ക്രിസ്തുമതത്തെയും ഹൈന്ദവ മതത്തെ എല്ലാത്തിനും, ഇസ്ലാം അതല്ല ചെയ്തത്. ഇസ്ലാം എന്താ ചെയ്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? മുഹമ്മദ് നബി വന്നിട്ട് ഒരു പുതിയ മതം കൊണ്ടുവന്നില്ല. അദ്ദേഹം പൂർവ്വ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞില്ല, പൂർവ്വ വേദങ്ങളെ തള്ളിക്കളഞ്ഞില്ല. തൗറാത്തിനെ പറ്റി, ഇഞ്ചീലിനെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞു? അത് മാർഗദർശനമായിരുന്നു, പടച്ചോൻ അവതരിപ്പിച്ചാണ്, അതിൽ വെളിച്ചമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഒരു കാര്യം കാണിച്ചു തരാം. ഒരു അത്ഭുതം, ഖുർആൻ ആകുന്ന അത്ഭുതം, ഖുർആൻ എന്ന മഹാ അത്ഭുതം. അതിൽ അത്ഭുതം നോക്കിക്കോളി. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 84-ാമത്തെ വചനം ഒന്ന് കേട്ടു നോക്കി എല്ലാരും. ഖുർആനിലെ 3-ാം അധ്യായം 84-ാമത്തെ വചനം ശരിക്കും ശ്രദ്ധിക്കണം എല്ലാരും. മുഹമ്മദേ, അള്ളാഹു പറയാണ്, മുഹമ്മദേ, ലോകത്തെല്ലാരും എന്ത് വിചാരിക്കുന്നുണ്ട് മുഹമ്മദേ? നീ ഒരു പുതിയ മതവുമായിട്ട് വന്ന ആളാണ്, നീ ഒരു പുതിയ മതം പറയാൻ വന്ന ആളാണ്, നീ ഒരു ഒറ്റ പ്രവാചകനായി വന്ന ആളാണ്, പൂർവ്വ പ്രവാചകന്മാരെ തള്ളിക്കളയുന്നവനായി വന്ന ആളാണ്, പൂർവ്വ പ്രവാചകന്മാരെ ചീത്ത പറയാൻ വേണ്ടി വന്ന ആളാണ് എന്നൊക്കെ ജനങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട്. കറക്റ്റ് എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കും മുഹമ്മദേ. മുസ്ലിങ്ങളെ നന്നായി കേട്ടോളി അല്ലേ? അന്തസ്സായി ജീവിക്കുന്നു എന്ന് സ്വയം വിചാരിക്കുന്ന നാം ഇസ്ലാം എന്താന്ന് പഠിച്ചിട്ടില്ലാത്തൊരു കുഴപ്പം ഇവിടെയുണ്ട്. കേട്ടോളൂ. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീം وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. അതിന്റെ അർത്ഥം ഒന്ന് ശരിക്കും കേട്ടോളി, അതിന്റെ അർത്ഥം ശരിക്കൊന്ന് കേട്ടോളി. നബിയേ, മുഹമ്മദ് നബിയേ, പറയുക. എന്തു പറയുക? ലോകത്തോട് പറയുക, മാനന്തവാടിക്കാരോട് പറയുക, ലോകത്തെ 715 കോടി മനുഷ്യരോടും പറയുക. എന്തു പറയുക? ഞങ്ങൾ അല്ലാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാം. തീർന്നില്ല. ഇബ്രാഹിം, ഇസ്മായിൽ, അതുപോലെ ഇസ്ഹാഖ്,
യാക്കൂബ് സന്തതികൾ എന്നിവർക്കും അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാം. തീർന്നില്ല. ഊതിയ മൂസ വ ഈസ, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, ജീസസ് ക്രൈസ്റ്റ്, അവർക്കൊക്കെ അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. തീർന്നില്ല. ലാ നുഫർരിക് ബൈന അഹദിൻ മിൻഹും, ഞങ്ങൾ ഒരു നബിമാർക്കിടയിലും ഒരു ഉച്ചനീചത്വവും കൽപ്പിക്കണില്ല, ഒരു വ്യത്യാസവും കൽപ്പിക്കണില്ല, ഒരു നബിയെ ചീത്ത പറയണില്ല, ഞങ്ങളും മത്സരിക്കണില്ല എന്ന് ലോകത്തോട് പറ. അപാരമായ ഒരാശയ. ഇനി നിങ്ങൾ കേട്ടോളൂ ഒരു സംഭവം. റസൂലുള്ളാഹി ജീവിച്ച മദീനത്താണ്. അവസാനം മദീന മാർക്കറ്റിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, മദീന മാർക്കറ്റിൽ ജൂതന്മാരുണ്ടായിരുന്നു, മദീന മാർക്കറ്റിൽ മജൂസികൾ ഉണ്ടായിരുന്നു, മദീന മാർക്കറ്റിൽ സാബി മതക്കാരുണ്ടായിരുന്നു, മദീന മാർക്കറ്റിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി ഭരിച്ച നാട്ടില് ഈ മതക്കാരൊക്കെ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി ആദ്യമായിട്ട് ചെയ്ത പണി എന്താ അറിയോ നിങ്ങൾക്ക്? എന്താ? മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനത്ത് വന്നു. അവിടെ നബിക്ക് നല്ല പിന്തുണ കിട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അധികാരം കിട്ടി. മുസ്ലിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോളി. അവിടെ അധികാരം കിട്ടിയപ്പോ റസൂൽ ആദ്യം ചെയ്ത എന്താ? ജൂതന്മാരെ വിളിച്ചു, ക്രിസ്ത്യാനികളെ വിളിച്ചു, പ്രബല മതക്കാരെ വിളിച്ചു. അന്ന് ജൂതന്മാര് ക്രിസ്ത്യാനിയായിരുന്നു അവിടെ പ്രബല മതം. അവർ രണ്ടുപേരെയും വിളിച്ചു വരുത്തി, മുസ്ലിങ്ങളെയും വിളിച്ചു വരുത്തി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ പ്രസംഗം എന്താ അറിയുന്നത്? പ്രവാചകൻ പറഞ്ഞ വാചകം എന്താ അറിയോ? ജൂതന്മാരെ, നിങ്ങൾക്ക് നിങ്ങളൊരു മതമുണ്ട്, അത് പെർഫെക്റ്റ് ആണെന്നാണ് നിങ്ങളുടെ വിശ്വാസം, അതനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാം, ഇവിടെ ആരും നിങ്ങൾ എതിർക്കില്ല. ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മതമുണ്ട്, അത് പെർഫെക്റ്റ് ആണെന്നാണ് നിങ്ങളുടെ വിശ്വാസം, അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, നോ പ്രോബ്ലം. ഞങ്ങൾ ഇസ്ലാമാണ്, മുസ്ലിങ്ങളാണ്, അല്ലാഹനെ മാത്രം ആരാധിക്കുന്നവരാണ്, ഞങ്ങളിവിടെ ജീവിക്കും. പിന്നെ നമ്മൾ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ഒരു ജൂതനും ഇവ മുസ്ലിമായി എന്നുള്ളതിന്റെ പേരിൽ തല്ലരുത്. മതസ്വാതന്ത്ര്യം ഇവിടെ നിലനിർത്തണം. എന്താ സ്വാതന്ത്ര്യം? ഒരു ജൂതന് അവന്റെ ആദർശം പറയാനുള്ള സ്വാതന്ത്ര്യം, ഒരു ക്രിസ്ത്യാനിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം, ഒരു മുസ്ലിമിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യം കൂടി എന്താ അറിയോ? അത് അപാരമാണ്. നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും ഈ രാജ്യത്ത്. ക്രിസ്ത്യാനി ആയിക്കൊണ്ട് തന്നെ, ക്രിസ്ത്യാനി ആയിക്കൊണ്ട് തന്നെ, ജൂതനായിക്കൊണ്ട് തന്നെ, മുസ്ലിം ആയിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് അധ്വാനിക്കാം. തീർന്നില്ല. അടുത്ത വാചകം എന്താ? ഈ നാട്ടിൽ, അന്യനാട്ടിൽ ആരെങ്കിലും നമ്മൾ ആക്രമിക്കാൻ വന്നാൽ ആ അക്രമികളോട് ജൂതന്മാർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പാടില്ല, ക്രിസ്ത്യാനികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പാടില്ല, മുസ്ലിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പാടില്ല. നമ്മൾ മൂന്ന് പേരും ഒന്നിച്ചു നിന്ന് അവരെ എതിർക്കും. ഇതിനേക്കാൾ വലിയൊരു ജനാധിപത്യം ലോകത്ത് വേറെന്താണ്? അവിടെ റസൂലുള്ള മതലേനം നിരോധിച്ചു, മതലേനം അംഗീകരിച്ചില്ല. ഏത്? ഹിന്ദുവിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കണ മുസ്ലിം, ക്രിസ്ത്യന്റെ ആഘോഷത്തിൽ പങ്കെടുക്കണ മുസ്ലിം, എന്നിട്ട് ഹിന്ദു ചെയ്യുന്ന എല്ലാ അവന്റെ ആരാധനയും ചെയ്യുന്ന മുസ്ലിം. അങ്ങനെ ഒരു തത്വം ലോകത്ത് എവിടെ ഇല്ല. ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായിക്കൊണ്ട്, ഒരു മുസ്ലിമിന് മുസ്ലിമായിക്കൊണ്ട്, ഒരു ജൂതന് ജൂതനായിക്കൊണ്ട് മനുഷ്യരെന്ന നിലക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുക. അതാണ് മാനവ മൈത്രി, അതാണ് ശരിക്കുള്ള മനുഷ്യ മൈത്രി, അല്ലാതെ മതലേനമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. തീർന്നില്ല. ഇനി നിങ്ങളൊക്കെ ഈ മാനന്തവാടി കച്ചവടം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ, അതുപോലെ മദീനയും നല്ലൊരു മാർക്കറ്റായിരുന്നു. മദീനയിലെ കച്ചവടം നടക്കുക. കച്ചവടം നടക്കുമ്പോ അപ്പുറത്ത് മുസ്ലിം, ഇപ്പുറത്ത് ജൂതൻ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇന്ന് നമ്മൾ മതം പഠിക്കുകയാണ്. മാനന്തവാടിയിൽ നിന്ന് നമ്മൾ കറക്റ്റ് മതം പഠിക്കുകയാണ്. സഹോദരങ്ങളെ, ശരിക്കൊന്ന് ആലോചിച്ചോളൂ. ഇപ്പുറത്ത് ജൂതൻ, ഇപ്പുറത്ത് മുസ്ലിം. അപ്പൊ അവർ രണ്ടുപേരും എപ്പോഴും കാണുമല്ലോ. ആ കടയിൽ നിന്നിട്ട് ഇറങ്ങിയ പിന്നെ അവർ കടയിൽ നിന്നിട്ട് ഇറങ്ങിയ രണ്ടാളും ഒന്നിച്ച് കാണും, സംസാരിക്കുകയൊക്കെ ചെയ്യും. ആ കൂട്ടത്തിൽ ഒരിക്കലും ജൂതൻ മൂസാ നബീനെ പുകഴ്ത്തി പറഞ്ഞു. ജൂതൻ എന്ത് ചെയ്തു? മൂസാ നബി മഹാനാണ് എന്നുള്ള നിലക്ക് മൂസാ നബിയുടെ മഹത്വം പറഞ്ഞു. മുഹമ്മദ് നബിയെ ഒരു താഴ്ത്തിക്കെട്ടി. അപ്പൊ ഒരു സംഭവം ഉണ്ടായ അവിടെ. മുസ്ലിമായ അൻസാരി മദീനക്കാരൻ ഈ ജൂതന്റെ കാരണക്കുട്ടിക്ക് ഒരു ഒറ്റടി എടുക്കും, ഒരൊറ്റടി. ഒരു തോന്നിയാസന അയാളെ ചെയ്ത്. അപ്പൊ എന്തുണ്ടായി എന്നറിയുന്നത്? ഈ ജൂതൻ നേരെ ഓടുകയാണ്. എങ്ങോട്ട്? മുഹമ്മദ് നബിയുടെ അടുത്തേക്ക്. ജൂതന്മാരെ കൂട്ടാനല്ല, ജൂതന്മാരെ വിളിച്ചെത്തി തമ്മിൽ തല്ലുണ്ടാക്കി, കത്തിക്കുത്തുണ്ടാക്കി, വർഗീയ കലാപുണ്ടാക്കാനല്ല, നേരെ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക്. കാരണം ആ ജൂതൻ അറിയാം, ഞാൻ മുഹമ്മദ് നബിയുടെ അടുത്ത് ചെന്നാല് എന്നെ മുഖത്തടിച്ച മുസ്ലിമിനെ നിലക്ക് നിർത്തും മുഹമ്മദ് നബി. ഒരിക്കലും എന്റെ കൂടെ നിൽക്കൂല. മുഹമ്മദ് നബി ഈ വിഷയത്തിൽ എന്റെ കൂടെ ഇരിക്കുന്നു. മുസ്ലിങ്ങളെക്കാളും ഇസ്ലാം എന്താ അന്ന് ജൂതൻ അറിയാമായി. അതുകൊണ്ടാ ജൂതന്മാരിന്റെ ഉള്ളിൽ കയറി.
മുസ്ലിമിന് ഇസ്ലാം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ പുറത്തേക്ക് പോയത്? ശരിക്കും ജൂതൻ ഇതിന്റെ ഉള്ളിൽ കയറിയതോ ഇത് തരക്കേടില്ലാത്ത ഒന്നാ, ഇതിനെ നശിപ്പിക്കലാണ് എന്റെ ബാധ്യത എന്ന് മനസ്സിലാക്കിയ ജൂതൻ ഇതിന്റെ ഉള്ളിൽ കയറിയത്. പൊന്നാനി ഇമാമത്ത് 15 കൊല്ലം ജൂതൻ ഇമാമത്ത് വന്നു പൊന്നാനി പള്ളിയിൽ. 15 കൊല്ലം കഴിഞ്ഞപ്പോ അദ്ദേഹം കത്തെഴുതി, ആ മക്കളെ ഞാൻ ജൂതനായിരുന്നു, നിന്നെ തിരിയാൻ പോലുള്ള ബുദ്ധിയും കഥ ഇങ്ങക്കില്ല, ഒന്നുമില്ല. ആ കഥകേട് മാറ്റിയാൽ നമ്മളൊക്കെ നന്നാവും. ഞാൻ തുറന്നു പറയാണ്, ഇനി ഇങ്ങനെ പോയാൽ പോലെ ഇതൊരു പുതിയ നൂറ്റാണ്ടാ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ സ്വാതന്ത്ര്യവും കാര്യമൊക്കെ ഉണ്ടായി. ഈ നൂറ്റാണ്ടിൽ ഒരു സാംസ്കാരിക സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ഉണ്ടാവണം. സാംസ്കാരിക സ്വാതന്ത്ര്യം അത് 47 ആവുമ്പോഴേക്കും നേടണം കേട്ടോ. സാംസ്കാരിക സ്വാതന്ത്ര്യം നമ്മൾ നേടിയിട്ടില്ല. സാംസ്കാരിക സ്വാതന്ത്ര്യം നേടേണ്ട നൂറ്റാണ്ടായി. മനുഷ്യരൊക്കെ ശരിക്കും മതം പഠിക്കേണ്ട നൂറ്റാണ്ട് എന്ന് ഞാൻ ഇതിനെ വിളിക്കുന്നു. അതുകൊണ്ട് മനുഷ്യർക്ക് ശരിക്കും മതം പഠിപ്പിക്കാൻ ഞാൻ എന്നെ ഈ നാടിനും ലോകത്തിനും സമർപ്പിച്ചിരിക്കുന്നു എന്നതും ഞാൻ നിങ്ങളോട് പറയണം. അള്ളാഹുവിന്റെ മതത്തിനു വേണ്ടി അള്ളാഹ്ക്ക് സമർപ്പിച്ചുകൊണ്ടൊരു ജീവിതം, ഇത് ജനങ്ങളോട് പറയണം. അവിടെയാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത്. നിങ്ങൾ ശരിക്കും ആലോചിക്കുക, ഈ ജൂതൻ നേരെ ചെല്ലുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ മൂസാ നബീന്റെ മഹത്വം പറഞ്ഞതിന്റെ പേരിൽ ഇയാൾ എന്റെ മുഖത്തടിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസ്ലിമിനോട് ചോദിക്കണം, നീ അത് ചെയ്തോ? മൂസാ നബീന്റെ മഹത്വം പറഞ്ഞതിന്റെ പേരിൽ നീ അയാളെ തല്ലിയോ? ഞാൻ തല്ലി. നബിയെ നിങ്ങളെ ഇകഴ്ത്തിയോണ്ടാ ഞാൻ തല്ലിയാറ്. വിഷയോടൊക്കെ നബി, ഈ തല്ലിയോ? തല്ലി. നീ അറിഞ്ഞേക്കുക. മുസ്ലിമിനോടാ പറയുന്നത്, ഒരു കാരണവശാലും ഇനി മേലിൽ അങ്ങനെ ചെയ്തു പോകാൻ പാടില്ല. എനിക്കാണോ മഹത്വം, മൂസാ നബിക്കാണോ മഹത്വം എന്നതിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഞങ്ങളെല്ലാം അല്ലാഹുവിന്റെ ഒരു ചങ്ങലകളിലെ കണ്ണികളാണ്, പ്രവാചകന്മാരാണ്. ഞങ്ങൾ ആരെയും നിങ്ങൾ പുകഴ്ത്തേ താരതമ്യം ചെയ്യേ, ഞങ്ങളെ തമ്മിൽ നിങ്ങൾ അകറ്റുന്ന ഒരു വർത്താനം പറയൊന്നും ചെയ്യാൻ പാടില്ല. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനോട് പറയാണ്, ലോകം അവസാനിച്ചിട്ട് ആദ്യം എഴുന്നേൽപ്പിക്കപ്പെട്ട എന്നെയാണ്. പക്ഷെ ഞാൻ എഴുന്നേറ്റ ഉടനെ ഞാൻ അർശിലേക്ക് നോക്കുമ്പോണ്ട് അർശിന്റെ അടുത്ത് മൂസാ നബി നിൽക്കുന്നു. ഞാനാണോ മൂസാ നബിയാണോ ആദ്യം ഉയർത്തെഴുന്നേറ്റ്? എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് നീ ഒരു കാരണവശാലും മൂസാ നബിയെ പുകഴ്ത്തി എന്നതിന്റെ പേരിൽ ഒരു തല്ലാൻ പാടില്ല. ഞങ്ങൾ തമ്മിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങളെ ഏറ്റക്കുറവുകൾ നിങ്ങൾ പറയാൻ പാടില്ല. അതാണ് ഇസ്ലാം. അതുകൊണ്ട് ഈസാ നബിയെ, ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു പള്ളിയിൽ വെച്ച് ഇവിടെ ഉണ്ടായിരുന്നു വിചാരിക്കുക, ഒരു ക്രിസ്തീയ പ്രബോധകൻ ഇവിടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിയെ കുറിച്ച് അയാൾ എന്ത് പറഞ്ഞാലും, എന്ത് മോശമായിട്ട് ആ ക്രിസ്ത്യാനി മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞാലും, ഈസാ നബിയെ പറ്റി മോശമായിട്ട് മനസ്സിൽ ചിന്തിക്കാൻ പോലും ഒരു മുസ്ലിമിന് പാടില്ല. അതോടുകൂടി കഴിഞ്ഞ കഥ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഈ കുരിശു വരക്കണ യേശു ക്രിസ്തു ഉണ്ടല്ലോ, ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് മോശമായിട്ടൊരു ധാരണ മുസ്ലിമിന്റെ മനസ്സിൽ, പറച്ചിലല്ല, തൊള്ളുകൊണ്ട് പറയല് പിന്നല്ലേ, നാവുകൊണ്ട് പറയല് പിന്നല്ലേ, മനസ്സ് പോലും ഈസാ നബിയെ, ജീസസ് ക്രൈസ്റ്റിനെ മോശമായിട്ട് ചിന്തിച്ച ഓൻ യഥാർത്ഥ മുസ്ലിം അല്ല എന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിനോളം സഹിഷ്ണുതയുള്ള ഒരു മതവും ലോകത്തും കാണാൻ കഴിയില്ല. ഇല്ല. ഇനി ഞാൻ വേറൊന്നോട് പറയാം. ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോ ഒരു ബോർഡ് വായിച്ചു, ഫ്രഷ് പന്നിയിറച്ചി ഇവിടെ കിട്ടും. ഫ്രഷ് പന്നിയിറച്ചി ഇവിടെ. അപ്പൊ എന്റെ ഒരു സഹോദരൻ ചോദിച്ചു, എന്ത് ഫ്രഷ്? പന്നിയിറച്ചി തന്നെ മ്ലേച്ഛല്ലേ, പിന്നെ ഇതിനൊരു ഫ്രഷിന്റെ അവസ്ഥ? വിശുദ്ധ ഖുർആനിൽ പന്നിയിറച്ചി ഹറാമാണ്. ശരിക്കും നമ്മുടെ ഇപ്പൊ പശുപ്രേമം, പട്ടിപ്രേമം എന്നൊക്കെ പറഞ്ഞ് കുറെ സംഗതി ഇന്ത്യ രാജ്യത്ത് വരുന്നുണ്ട്. മേനകാ ഗാന്ധിക്ക് മനുഷ്യനോടുള്ളതിനേക്കാൾ ഇഷ്ടം പട്ടിനോടാണ്. പട്ടിനെ തുടരുത്, മനുഷ്യൻ മരിച്ചോട്ടെ എന്നാണ് ആര് പറയുന്നത്? മേനകാ ഗാന്ധി ആണ്. 6 കുട്ടികളെ പട്ടി അടിച്ചു മരിച്ചാൽ മേനകാഗാന്ധി പറയുന്നത് സാരല്ല, മനുഷ്യന് പിന്നെ അത്ര പ്രശ്നമൊന്നുമില്ല, പട്ടിനെ തുടരുത്. അങ്ങനെ ഒരു പട്ടിപ്രേമം. അപ്പൊ ഞാൻ പറയുന്നത് ശരിക്കും ചിന്തിക്കണം, മനുഷ്യന് മൂല്യമല്ല, പട്ടിക്ക്, പശുവിന്, പാമ്പിന്, തേളിന്, പെരിച്ചായിക്ക് ഒക്കെ ഭയങ്കര മൂല്യ ഇന്ത്യയില്. മനുഷ്യനോ അത് ചുട്ടൊന്നാലും വേണ്ടിയില്ല, തച്ചൊന്നാൽ വേണ്ടിയില്ല, വലിച്ചൊന്നാൽ വേണ്ടിയില്ല, അടിച്ചൊന്നാൽ വേണ്ടിയില്ല, വെട്ടിക്കൊന്നാലും വേണ്ടിയില്ല, എന്താക്കിയാലും മനുഷ്യന് മൂല്യമല്ല. ഇങ്ങനെ ഒരു അവസ്ഥ ഇന്നത്തെ നൂറ്റാണ്ടിന്റെ ഇന്ത്യക്കുണ്ട്. അത് മാറേണ്ടതാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾക്കറിയാം, അറബ് രാജ്യം, ഞാൻ ഒരുപാട് അറബ് രാജ്യത്ത് പോയിട്ടുള്ള ഒരാളാണ്. എന്നൊരു സൗഭാഗ്യം ഉണ്ടായി. ഒരുപാട് രാജ്യങ്ങൾ, അറബല്ലാത്ത രാജ്യങ്ങൾ. സുഹൃത്തുക്കളെ, ഗൗരവമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചേ, ഗൗരവമായിട്ട് പന്നി ഇറച്ചി ഇസ്ലാമിന് നിഷിദ്ധാണ്. എന്തുകൊണ്ടാ? പന്നി ആരാധ്യ കഥാപാത്രമായിട്ടാ? അല്ല, പന്നി മ്ലേച്ഛായിട്ടാ. പന്നി ഇറച്ചി മ്ലേച്ഛമാണ്, ഹാനികരമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ന് വരെ പന്നിയിറച്ചി ആരോഗ്യദായകമാണെന്ന് തെളിയിച്ചിട്ടില്ല. ഒരു സയൻസും പന്നിയിറച്ചി തിന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്നാ പറയുന്നത്. പക്ഷേ ഒരു കാര്യം എല്ലാരും ഓർക്കണം, ആ പക്ഷേ നിങ്ങൾ ശരിക്കൊന്ന് പഠിക്കണം. അതെന്താ? എത്ര മ്ലേച്ഛായിക്കോട്ടെ, ഒരാൾക്ക് പന്നിയിറച്ചി തിന്നണമെന്ന് തോന്നിയാൽ ഓൻ അതിന് വിടണം എന്നാണ്. ഓനെ പന്നിയിറച്ചിയ ടേസ്റ്റ്, ഓനെ തിന്നോട്ടെ, ഓനെ നിയന്ത്രിക്കരുത്. ഞാനൊരു ഉദാഹരണോട് പറയാം. ഇപ്പൊ എന്റെ വീട്ടിൽ പന്നിയിറച്ചി
തിന്നാൻ എന്റെ ഒരാൾ കൊണ്ടുവന്ന് വിചാരിച്ചോ എന്റെ വീട്ടില്. അപ്പൊ ഞാൻ പറയും പന്നിയിറച്ചി ഹറാമാണ്, തിന്നാൻ പാടില്ല, മ്ലേച്ഛമാണ്, കഴിക്കാൻ പാടില്ല. അപ്പൊ ആ കൊണ്ടുവന്ന ആള് വാശി പിടിക്കണേ എനിക്ക് തിന്നണോ. അപ്പൊ നമുക്ക് അയാളെ എന്റെ ജ്യേഷ്ഠനോ അനിയനോ എന്നാ വിചാരിക്കുക, അല്ല എന്റെ വീട്ടിൽ എന്റെ മരുമക്കൾ ആരെങ്കിലും വിചാരിക്കുക പന്നിയിറച്ചിയായിട്ട് വന്നാൽ, മോനെ പന്നിയിറച്ചി നമുക്ക് ഹറാമാണ്, തിന്നാൻ പാടില്ല. അപ്പൊ അവൻ എന്നോട് പറയാം മാമ എനിക്ക് തിന്നണം. എന്നാ ഞാനെന്താ പറയാലോ, മോൻ എന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നിനക്ക് ഇഷ്ടമുള്ളടത്ത് കൊണ്ടുപോയി തിന്നോ, എന്നെ തല്ലാനും കൊല്ലാനൊന്നും ഇവിടെ ആളല്ല, എന്തു തിന്നണം തിന്നണ്ടാളും നിന്റെ ഇഷ്ടമാണ്. പക്ഷെ പന്നിയിറച്ചി അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട്, നീ ഒരു മുസ്ലിമാണ്, ചെയ്യാൻ പാടില്ല, ശിക്ഷ ഉണ്ടാവും എന്ന് ഞാൻ അവനോട് പറയും. എന്നാ അവനെ കൊല്ലാൻ മെനക്കെടൂ, അവനെ തല്ലാൻ മെനക്കെടൂ, തല്ലാൻ മെനക്കെടാൻ പാടുണ്ടോ, അവനെ കൊല്ലാൻ മെനക്കെടാൻ പാടുണ്ടോ? ഇല്ല. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. മാനന്തവാടിയിൽ പള്ളിയുടെ തൊട്ടടുത്ത്, ചർച്ചിന്റെ തൊട്ടടുത്ത് ഒരു പള്ളിയിലച്ഛനുണ്ട്, അല്ലെ ഒരു ക്രിസ്ത്യാനിയുണ്ട് സഹോദരൻ ജോർജ്, അതിന്റെ അപ്പുറത്ത് ഒരു ഖാദറാജി ജീവിക്കുന്നുണ്ട്, അബ്ദുൽ ഖാദറാജി. അവർ രണ്ടുപേരും അയൽവാസികളാണ്. ഒരു ചുമര് വ്യത്യാസേ അവരുള്ളൂ. ക്രിസ്തുമസിന് ജോർജ് പന്നിയിറച്ചി തിന്നുന്നു. അതിന്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിം പള്ളിയുണ്ട്, അവിടെ കൂടെ മുസ്ലിങ്ങളാന്ന് വിചാരിച്ചോളൂ, ക്രിസ്ത്യാനികളൊന്നും അധികമല്ല എന്ന് വിചാരിച്ചോളൂ, അങ്ങനെ സങ്കല്പിച്ചോളൂ. ഖാദറാജി ചോദിക്കണം, ജോർജ് ഈ പന്നിയിറച്ചി തിന്നുണ്ടോ? അത് കേട്ട താമസം അയാൾ മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് മൈക്കെടുത്തിട്ട് ജോർജ് പന്നിയിറച്ചി തിന്നുന്നുണ്ട്, മുസ്ലിങ്ങളെ വരി, ഹറാമായ പന്നിയിറച്ചി നമ്മൾ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇവിടെ വെച്ചിട്ട് ജോർജ് തിന്നുന്നുണ്ട്, ഓനെ കൊല്ലണം എന്ന് പറഞ്ഞ ഒരു മൈക്കിലൂടെ അനൗൺസ്മെന്റ് ഇന്ന് വരെ ഒരു മുസ്ലിം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി വേറെ ഒരു അതിശയവും കൂടെ നിങ്ങൾ കേൾക്കണോ? അതറിയോ, അറബ് രാജ്യത്തെ ചില സൂപ്പർ മാർക്കറ്റുകളിൽ, ബ്രിട്ടീഷുകാരുടെ അമേരിക്കക്കാരുടെ ഒക്കെ മാർക്കറ്റുകളിൽ എന്തുണ്ട്, പന്നിയിറച്ചി പാക്കഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് കാട വരുന്ന പോലെ, ചിക്കൻ വരുന്ന പോലെ, മട്ടൻ വരുന്ന പോലെ, ബീഫ് വരുന്ന പോലെ, കേമൽ വരുന്ന പോലെ എന്ത് വരുന്നുണ്ട്, പന്നിയിറച്ചി വരുന്നുണ്ട്. ഈ പന്നിയിറച്ചി തിന്നുന്ന ക്രിസ്ത്യാനി ഉള്ളതുകൊണ്ടാണ് ആ പന്നിയിറച്ചി മാർക്കറ്റിൽ വരുന്നത്. പക്ഷേ അറബ് നാടാണ്, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്, മുസ്ലിം നാമധാരികൾ ഭരിക്കുന്ന സ്ഥലമാണ്. എങ്കിൽ പോലും ആ ക്രിസ്ത്യാനിയോട് പറയോ ഇത് അറബ് നാടാണ്, മുസ്ലിങ്ങളുടെ നാടാണ്, നമുക്ക് പന്നിയിറച്ചി തിന്നാൻ പാടില്ല? ഇല്ല. എന്തുകൊണ്ട്? എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കരുത് തീരുമാനിക്കാൻ ഒരു മതക്കാരനല്ല സ്വാതന്ത്ര്യം. ഒരു ഗ്രൂപ്പ്, നിങ്ങൾ ഇന്നതേ തിന്നാവും, ഇന്ന് തിന്നാൻ പാടില്ല, നിങ്ങളെ അടുക്കളയിൽ എന്താ വെക്കണം ഞങ്ങളോട് പറയണം, ഞങ്ങൾ സമ്മതം തരണം, ഞങ്ങൾ തൂക്കി നോക്കണം, ഞങ്ങൾ അളവെടുക്കണം, ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് തീരുമാനിക്കണം, എന്നാലേ നിങ്ങൾ തിന്നാവെന്ന് പറയുന്ന പേരാണ് ഭ്രാന്തൻ ഫാസിസം. അതിന്റെ പേരാണ് ഹിറ്റ്ലറിന്റെ പിൻഗാമികൾ എന്ന് ഒരു പേര്. ഒരു മതവിശ്വാസികളല്ല, ഒരു ഋഗ്വേദത്തിൽ വിശ്വസിക്കുന്നവരല്ല, ഒരു സാമവേദത്തിൽ വിശ്വസിക്കുന്നവരല്ല, ഒരു അഥർവവേദത്തിൽ വിശ്വസിക്കുന്നവരല്ല, ഒരു 108 സുപ്രധാനമായ ഉപനിഷത്തിൽ വിശ്വസിക്കുന്നവരല്ല, അവർ മനുഷ്യ സ്നേഹികളല്ല, അവർക്കൊരു തരം ഭ്രാന്താണ്, അത് മതല്ല. ഇനി ഞാനൊരു സംഭവം കൊടുക്കട്ടെ, നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒരു സംഭവം ദുബായില് എയർപോർട്ടിൽ, ഞാൻ അധികം ദുബായിൽ പോകാറുണ്ട്. കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുമ്പ് ദുബായിൽ ചെന്നപ്പോൾ ഒരു സംഭവത്തെ പറ്റി. അവിടെ എന്താ സംഭവം അറിയാം, എയർപോർട്ടില് ഒരാൾ, ഒരു തായ്ലാന്റുകാരൻ, ഒരു 5-6 കിലോ തൂക്കുള്ള പാമ്പിനെ ആയിട്ട് വരികയാണ്. 5-6 കിലോ തൂക്കുള്ള പാമ്പ് ലഗേജ് അടക്കി കളിച്ചപ്പോ പോലീസുകാർ ചെക്ക് ചെയ്തു, ഇതെന്താ സംഭവം, വല്ല മനുഷ്യക്കുട്ടി എന്തായിരിക്കും, തുറന്നു നോക്കുമ്പോ ഒരു വലിയ പാമ്പാ. അപ്പൊ ഭയങ്കര പ്രശ്നമായില്ലേ എയർപോർട്ട് പ്രശ്നമായപ്പോ ഈ സാധു തായ്ലാന്റുകാരൻ എന്താ പറയുന്നത്, ദിസ് ഈസ് മൈ ഫുഡ്, ഇതിന്റെ ഭക്ഷണാണ്, ഇതിന്റെ ഭക്ഷണാണ്, എന്റെ നാട്ടിൽ പാമ്പനെ തിന്നലുണ്ട്, എനിക്ക് നല്ല ഇഷ്ടാ. അങ്ങനെ എന്റെ കുടുംബക്കാരെല്ലാവരോടും എനിക്ക് തന്നയച്ച നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഉണ്ണിയപ്പൊക്കെ കൊടുത്തയക്കണ പോലെ, മറ്റേതൊക്കെ കൊടുത്തയക്കണ പോലെ, ബീഫൊക്കെ വരട്ടി കൊടുത്തയക്കണ പോലെ ജീവനോട് ഓന് കൊടുത്തയച്ചാണ് എന്ത്, ഈ പാമ്പിനെ. ഇനി ഞാൻ ഇന്ത്യക്കാരോട് ചോദിക്കാണ്, ചൈനയില് ഒക്കെ പോയ ആളുകളോട് ഉണ്ടാവും, ചൈനയിലെ ഹോട്ടലിന് മുമ്പിൽ ചില്ലിന്റെ കൂട്ടിൽ നമ്മൾ ചിക്കൻ മറകണ പോലെ ചില്ലിന്റെ കൂട്ടിൽ പാമ്പ് ഉണ്ടാവും. ഒരാള് പറയണ എനിക്ക് ഈ പാമ്പിനെ വേണമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ 2 ഇറുക്കുന്ന വടിയോണ്ട് പിടിച്ചിട്ട് അതിനിങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് പൊരിച്ചിട്ട് മുമ്പിൽ അടിച്ചു കൊടുക്കും. ഇന്ത്യക്കാരൊക്കെ ചെന്നിട്ട് പറയണത് പാമ്പ് ഞങ്ങളുടെ ദൈവമാണ്, അതുകൊണ്ട് ഇവനെ വെച്ചേക്കൂല പറഞ്ഞാൽ ചൈനക്കാരെ മുഴുവൻ കൊല്ലേണ്ടി വരും. അവിടെ ഇസ്ലാം അനുസരിച്ചാൽ മതി, ഇസ്ലാം ശീലിച്ചാലേ മനുഷ്യൻ നന്നാവും. എന്താ ഇസ്ലാം? പന്നിയിറച്ചി തിന്നണ്ടോ തിന്നോട്ടെ, തിന്നണ്ടാത്തവൻ തിന്നണ്ട. പശു ഇറച്ചി തിന്നണ്ടാത്തവൻ തിന്നണ്ട. പശു ഒരാൾക്ക് ദൈവാകാം. ഇനി ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയ ക്ലിയർ ആവും. എനിക്ക് ചിന്തിച്ചിട്ട് അത്ഭുതം തോന്നിയിട്ടുള്ള ചില പോയിന്റാ പറയും. മനുഷ്യരോട് ഇസ്ലാമിന് പറയാനുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, ഇസ്ലാം ലോകത്തെ ഈ വിഷയത്തിൽ പഠിപ്പിക്കണം. എന്താ പറയുന്നത്? ഇസ്ലാം ഏറ്റവും വലിയ, അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള കാര്യം എന്താ അറിയോ? ദൈവത്തിന് പുത്രനുണ്ട് എന്നുള്ള വാദം.
ദൈവത്തിന് പുത്രനുണ്ട് എന്നുള്ള വാദാണ് പടച്ചോനെ ഏറ്റവും വെറുപ്പുള്ള വാദം. ഈസാ നബി ദൈവത്തിന്റെ പുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നതിനെ പറ്റി ഖുർആൻ പറഞ്ഞെന്നറിയോ? ആകാശം പൊട്ടിപ്പോകുന്ന വർത്താനാ പറഞ്ഞു, ഭൂമി വെണ്ട് കീറുന്ന വർത്താനാ പറഞ്ഞു, ഭൂമി കിലുങ്ങിപ്പോകുന്ന വർത്താനാ പറഞ്ഞു. മഹാ തോന്നിയാസാണ് സർവശക്തന്റെ പേരിൽ പറഞ്ഞു. അത് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി തരട്ടെ. വത്തിക്കാനിലെ പോപ്പ് കല്യാണം കഴിച്ചിട്ടില്ല, ഭാര്യയല്ല, മക്കളില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു പോപ്പിനെ സംബന്ധിച്ച് ഒരു പെണ്ണ് മാർക്കറ്റ് എന്ന് വിളിച്ചു പറയാണ്, വത്തിക്കാനിലെ മാർക്കറ്റ് എന്ന് വിളിച്ചു പറയാണ്, ഒരു കുഞ്ഞിനെ കയ്യിലെന്തിയിട്ട് ഇത് പോപ്പിന്റെ കുഞ്ഞാണ്. ചിന്തിക്കണേ, അവിടെ കച്ചറുണ്ടാവോ? പെണ്ണ് കെട്ടാത്ത പരിശുദ്ധനായ പോപ്പ് അവർക്കൊരു കുട്ടി ഉണ്ടായി തന്നെ ലോകം അംഗീകരിക്കുമോ? ആ പെണ്ണിനെ എന്താ വിളിക്കുക? പറയില്ലേ? എങ്കിൽ പരമപരിശുദ്ധനായ അള്ള കല്യാണം കഴിച്ചതിൽ കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാലോ, പടച്ചോനെ കുട്ടിയുണ്ട് പറഞ്ഞാലോ, പടച്ചോന്റെ പുത്രനാണ് യേശു ക്രിസ്തു പറഞ്ഞാലോ, ഇതിനേക്കാൾ വലിയ തോന്നിയാസം ഉണ്ടോ മണ്ണില്? പക്ഷെ ആ തോന്നിയാസം പറയാൻ ക്രിസ്ത്യാനിക്ക് ഇസ്ലാം അനുവാദം കൊടുത്തു. അത് നിങ്ങൾ പറഞ്ഞോളി. പക്ഷെ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ട് ദൈവത്തിന്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്, നിങ്ങൾക്ക് ശിക്ഷ ഉണ്ട് ബൈബിളിൽ. ഞാനത് തെളിയിച്ചിരുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ ദൈവമാക്കിയാൽ എന്താ അപകടമാണ്? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23, യോഹന്നാൻ സുവിശേഷം 12, 44, 54, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 4-ാമത്തെ വചനം, പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. ഇതിലൊക്കെ അപ്പൊ അത് പറയാൻ ക്രിസ്ത്യാനിക്ക് ഓനക്കുള്ള ഒരു മുസ്ലിമും ചെല്ലൂല. പുരുഷനെ ആരാധിക്കുന്ന ക്രിസ്ത്യാനിയെ മുസ്ലിങ്ങൾ തല്ലാൻ പോവില്ല, ഇല്ല. പശുവിനെ ആരാധിക്കുന്ന ഹിന്ദുവിനെ ഇന്ന് വരെ മുസ്ലിങ്ങൾ തല്ലിയിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും വലിയ തിന്മയാണ് പശുവിനെ ആരാധിക്കുക. ഏറ്റവും വലിയ തിന്മ, നന്മയല്ല. പശുവിറച്ചി തിന്നലല്ല തിന്മ, പശുവിനെ ആരാധിക്കലാ തിന്മ. എന്നിട്ട് പോലും മുസ്ലിങ്ങൾ ചെയ്തോ? ഇത് ഞാൻ വെറുതെ പറയല്ല. ഹൈന്ദവ മതപ്രകാരം പശുവിറച്ചി ആർക്കായിരുന്നു ഏറ്റവും ഇഷ്ടം? ഇന്ദ്രന്. ഇന്ദ്രന് ഏറ്റവും ഇഷ്ടം പശുവിറച്ചിയായിരുന്നു, പിന്നെ കാളർച്ചയായിരുന്നു. എവിടെയാ അത് പറയുന്നത്? പഠിപ്പിച്ചുതരാൻ ഞാൻ. ഋഗ്വേദം 10 മണ്ഡല ഋഗ്വേദത്തിന്. അതിന്റെ 10-ാം മണ്ഡലം എടുത്തു പരിശോധിച്ച് നോക്ക്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇന്ദ്രന്റെ ഏറ്റവും ഇഷ്ടം പശുവിറച്ചിയായിരുന്നു, പിന്നെ കാളയിറച്ചി. 300ഓളം കാളകൾ അറുത്തിരുന്നു ഡെയിലി. 300ഓളം. ഋഗ്വേദ പറയുന്നത് ഋഗ്വേദത്തിലാണ്, പാഞ്ചജന്യത്തിലല്ല. അത് തീവ്രവാദികൾ എഴുതിയ നോട്ടായിരിക്കാം, പക്ഷെ മനുഷ്യ സ്നേഹികൾ അത് എഴുതില്ല. അതിന്റെ ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. 2 വീക്ഷണങ്ങളാണ് ലോകത്തുള്ളത്. 2 വീക്ഷണങ്ങൾ. ഒന്ന്, ഈ ലോകത്തുള്ള എന്തും മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. ഞാനത് അപാരമായി പറയാം. ഖുർആൻ പറയുന്നത് അറിയോ? ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ. ഈ വസ്തുക്കളൊക്കെ മനുഷ്യരെ ഭൂമിയിൽ ഇതൊക്കെ ഉണ്ടാക്കി, പശുവും പോത്തും കാളയും ഒക്കെ ഉണ്ടാക്കി മനുഷ്യരെ ഇങ്ങക്ക് വേണ്ടിയാണ്. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഒന്നുകിൽ നിങ്ങൾക്ക് പരീക്ഷണമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് പല ഗുണപാഠമായിട്ട് നിങ്ങൾക്ക് വേണ്ടി. എന്നാൽ ഇന്ത്യ രാജ്യത്തും ലോകത്തും ചിലരെങ്കിലും ചിലതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താ? പശുവിന് വേണ്ടി മനുഷ്യൻ, പാമ്പിന് വേണ്ടി മനുഷ്യൻ, എലിക്ക് വേണ്ടി മനുഷ്യൻ, പുലിക്ക് വേണ്ടി മനുഷ്യൻ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പശുവിന് വേണ്ടി മനുഷ്യരെ കൊല്ലണത്. പശുവിന് വേണ്ടിയാണ് ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ കൊല്ലാൻ വരുന്നവർ. അതുകൊണ്ടാണ്. നേരെ മറിച്ച് നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി ഒക്കെ എടുത്തു നോക്കൂ. സകല അമ്പിയാക്കളും ആടിനെ മേച്ച് ജീവിച്ചവരാണ്. ആടിനെ മേച്ച് ജീവിച്ചവരാണ്. ആടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു മൂസാ നബിക്ക്. മൂസാ നബി കല്യാണം കഴിക്കണതിന് ആടിനെ മേക്കൽ മഹർ നിശ്ചയിച്ചിട്ടാണ്. മൂസാ നബിയോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, വമാ തിൽക ബി യമീനിക യാ മൂസ. മൂസ, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? അപ്പൊ മൂസാ നബി പറയുന്നത് വടിയാണ്. ഞാൻ ആടിനെ ഇല തൊഴിച്ചു കൊടുക്കണം. വൃക്ഷങ്ങളിൽ നിന്ന് വൃക്ഷത്തിന്റെ ചില്ലകളിൽ അടിച്ചിട്ട് ഇല തൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആടിന്. അപ്പൊ എന്റെ ആടുകളെ ഞാനാ പൂട്ടുന്നത്. 8 വർഷം അല്ലെങ്കിൽ 10 വർഷം സ്വമേധയാ ആടിനെ മേച്ചിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ആടിനോട് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ഇനി നിങ്ങൾ ആലോചിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ആടുകളെ മേച്ചിട്ടുണ്ട്, പൂർവ്വ പ്രവാചകന്മാർ ആടിനെ മേച്ചിട്ടുണ്ട്. മാത്രമല്ല, അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ പ്രവാചകൻ ചെല്ലുകയാണ്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. അപ്പൊ അബൂ അയ്യൂബ് അൻസാരി ഒരു ആടിനെ പിടിച്ചുകൊണ്ടുവന്നു അറക്കാൻ. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, കറവാടാണോ, കറവുള്ള ആടാണോ, കുഞ്ഞ് പാല് കുടിക്കുന്ന ആടാണോ? രണ്ടാമത്തെ പ്രവാചകന്റെ ചോദ്യം എന്താ അറിയോ? ആട് ഗർഭിണിയാണോ? എന്നാ ഒരിക്കലും ഒന്നും ചെയ്യരുത് കേട്ടോ, ഒരിക്കലും ഒന്നും ഇതൊന്നുമല്ല, തിന്നാൻ പറ്റുന്ന പാകതയിലാണോ? എന്നാ അർത്ഥം. ഞാൻ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. ആടിനെ റസൂലിന് ഇഷ്ടായിരുന്നു. ആടിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് പ്രവാചകൻ. ആടിനെ ഇല കാണിച്ച് ചതിക്കരുത് എന്ന് പറഞ്ഞ ആളാണ് പ്രവാചകൻ. പക്ഷെ ഒരു ജൂതൻ ആടിനെ അറുത്തു എന്ന് പറഞ്ഞിട്ട് ആടിനെ അറുത്ത ജൂതനെ നബി അറുത്തിട്ടില്ല. ഇല്ല, അങ്ങനെ പറയാൻ പറ്റുമോ ഇന്ത്യയിലെ ചിലർക്ക്?
2 കഷ്ണം ആട്ടിറച്ചിയാ തിന്ന്, പശുർച്ചിയാന്ന് പറഞ്ഞിട്ടാണ് അഖ്ലാഖിനെ കൊന്ന്, പലരെയും കൊന്ന്. ഇനി കൊല്ലാൻ പോണത് അത് രാഷ്ട്രീയ മതല്ല, പശുപ്പുറത്തേറി വരുന്ന ഫാസിസം. അതാണ്. മനസ്സിലായോ? പശുവിനെ വെച്ചിട്ട് വോട്ട് നേടുക. ബുദ്ധിയില്ലാത്ത പശുവിനെ വെച്ചിട്ട് ബുദ്ധിയുള്ള മനുഷ്യരെ അടിമത്തത്തിൽ കൊണ്ടുവന്നിട്ട് വോട്ട് നേടുക. അത് ഏത് കാലഘട്ടത്തിലെയും രാഷ്ട്രീയമൊക്കെ അതായിരുന്നു. എല്ലാരും പയറ്റിയിട്ടുള്ള പല അടവും എല്ലാരും മനുഷ്യരെ ചതിക്കുകയായിരുന്നു. പണ്ഡിതന്മാരൊക്കെ ചതിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ളാഹിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ടല്ലോ നാട്ടില്. ഇഷ്ടം അയാൾ പറയുന്നത്. അതുകൊണ്ട് റസൂലിന്റെ പേരിൽ ഞാൻ ഒരു ഷെയറെ മുബാറക്ക് മസ്ജിദ് ഉണ്ടാക്കും പറഞ്ഞു. നബിയുടെ മുടി സൂക്ഷിക്കാൻ ഞാൻ വലിയൊരു പള്ളി ഉണ്ടാക്കും. മാനന്തവാടിയിൽ എന്റെ പ്രസംഗം കേൾക്കുന്നവർ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, എവിടെ മക്കളെ ആ പള്ളി? എവിടെ 41 കോടി? ചതിക്കുകയായിരുന്നു. എന്നും ചതിച്ചിട്ടേ ഉള്ളൂ, നാളെയും ചതിക്കുക. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്ത് ചതിച്ചാലും ഒന്നും ചിന്തിക്കാത്തൊരു കൗമായിട്ട്. ശരിക്കും നബീനോട് സ്നേഹം കൂടുതലുള്ളവൻ എന്താ ചെയ്യാ? വേഗത്തിൽ നബീന്റെ പള്ളി ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യം എന്നല്ലേ? അങ്ങനല്ലേ? ഒരു ഭാഗത്ത് പള്ളിയാണോ ഉണ്ടാക്കേണ്ടത്, വീടാണോ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ പടച്ചോനെ പേടിൽ ഒരുത്തൻ എന്താ പറയാ? ആദ്യം പള്ളി ഉണ്ടാക്കിയിട്ട് പുണ്യം നേടിയിട്ട് മതി വീടുണ്ടാക്കലേ. അല്ലേ? അല്ലേ? ആണ്. റസൂലുള്ളാഹിനോട് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം കോളേജാ ഉദ്ഘാടനം ചെയ്യുക, മെഡിക്കൽ കോളേജാ ഉദ്ഘാടനം ചെയ്യുക, വിദ്യാഭ്യാസ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുക, ഷോപ്പിംഗ് മാളാ ഉദ്ഘാടനം ചെയ്യുക. അതൊക്കെ അയാൾ ചെയ്തില്ലേ? ഈ 2 കൊല്ലത്തിനിടക്ക് ആ 41 കോടി അതിന് ഉപയോഗിച്ചതാ. മുടിപ്പള്ളി ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഉസ്താദിന്റെ നാട്ടുകാരനാ ഞാൻ, അയൽവാസി. എനിക്ക് ഉസ്താദിനെ നല്ലോണം അറിയാം. നിങ്ങൾക്ക് പലർക്കും അറിയുണ്ടെങ്കിലും ചതിക്കുകയാണ് എല്ലാരും. എല്ലാ മതത്തിന്റെ ആചാര്യന്മാരും രാഷ്ട്രീയക്കാരും പലപ്പോഴും നമ്മൾ ചതിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും ഇതൊരു പുതിയ നൂറ്റാണ്ടാ. മഹാത്മാഗാന്ധി കഴിഞ്ഞ നൂറ്റാണ്ടില. ഇനിയൊരു മഹാത്മാഗാന്ധി ഉണ്ടാവണം, ഇനിയൊരു വല്ലഭായി പട്ടേൽ ഉണ്ടാകണം, ആസാദ് ഉണ്ടാകണം, മൗലാന മുഹമ്മദ് അലി ജവഹർ ഉണ്ടാകണം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടാകണം, വിപ്ലവകാരികൾ ഉണ്ടാകണം, ഭഗത് സിംഗ്മാരുണ്ടാകണം. അല്ലാതെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനത ഈ രാജ്യത്തിന് വേണ്ട, ഈ നാടിന് വേണ്ട. ഇത് ഇന്ത്യയാണ്, ഇത് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു. പഠിച്ചിട്ടുള്ളൊരു ജനത, മനസ്സിലാക്കിയിട്ടുള്ളൊരു ജനത, മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാത്തൊരു ജനത, തമ്മിൽ തല്ലാത്തൊരു ജനത, കേവലം ഒരു പശുവിനും പാമ്പിനും വേണ്ടി മനുഷ്യരെ കൊല്ലാത്തൊരു ജനത അതിവിടെ ഉണ്ടാകണം. അത് ഉണ്ടാകണേ മനുഷ്യൻ മതം പഠിക്കണം. ഇത് ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ഞാനിപ്പോ പറഞ്ഞു. ഒരിക്കലും നമ്മൾ ഒരു കാരണവശാലും ഒരാൾക്ക് ഇന്നത് ദൈവാന്ന് തോന്നാം. അയാളുടെ തോന്നലാണ് ദൈവമില്ല എന്ന് പറയുന്നത്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചൊരു ദൈവം ഉണ്ടായിട്ടില്ല എന്ന് പറയില്ലേ യു കലാനാഥൻ, അബ്ദുൽ ഹമീദ്, പിന്നെ നമ്മുടെ ഇവിടുത്തെ ചേന്നമംഗല്ലൂരുകാരൻ, അതുപോലെ അബ്ദുൽ ജബ്ബാർ കടമ്പോട്, സെയ്ദ് മുഹമ്മദ് ആനക്കയം, ഓലൊക്കെ പറയില്ലേ പടച്ചോനില്ല. എമ്മങ്കാരിശ്ശേരി പറഞ്ഞു പടച്ചോനില്ല. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരുവിടെ ജീവിക്കില്ലേ? ഉണ്ട്. ഓരൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടോ? ദൈവമല്ല എന്നുള്ളതിനേക്കാൾ വലിയൊരു അബദ്ധം ലോകത്തെന്താണ്? ദൈവത്തിന്റെ വായു ശ്വസിച്ച്, ദൈവത്തിന്റെ വെള്ളം കുടിച്ച്, ദൈവം കൊടുത്ത വെറുതുകൊണ്ട് പേന പിടിച്ച്, ദൈവം ചുണ്ടുകൾക്കിടയിൽ കൊടുത്ത ലിസാന് കൊണ്ട് ദൈവത്തെ ചീത്ത പറയുന്നവരാണ് നിരീശ്വരവാദികൾ. ഇന്ന് ടോമയുടെ ജീവിക്കില്ലേ? ഇതെന്താ അർത്ഥം? ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ? മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയി പറയാം. ഒരു മുസ്ലിമിന് ബിംബാരാധന പാടില്ല. ബിംബാരാധന നടക്കുന്ന സ്ഥലത്ത് ഫണ്ട് കൊടുക്കാനും പാടില്ല. ഒരു മുസ്ലിമിന് ഖബറാരാധന പാടില്ല. ഖബറാരാധന നടക്കുന്നതിന് ഫണ്ടും കൊടുക്കാൻ പാടില്ല. ഒരു മുസ്ലിമിന് അല്ലാഹ്ക്കല്ലാതെ നേർച്ചേരാൻ പാടില്ല. മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ നേർച്ചേർന്നാൽ അതിന് ഫണ്ടും കൊടുക്കാൻ പാടില്ല, അതിന്റെ ചോറും തിന്നാൻ പാടില്ല. ഒരു മുസ്ലിമിന് മുസ്ലിം ആണെങ്കിൽ അതാണ് ഇസ്ലാമിന്റെ വിധി. ഇത് നമ്മൾ ശരിക്കും ഒരു മുസ്ലിമിനെ അവന്റെ വിശ്വാസവും ആചാരവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ മുസ്ലിമിനെ സ്നേഹിക്കാൻ കഴിയണം. അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് ഒരു മുസ്ലിം ചെണ്ടമുട്ടി മൈത്രി ഉണ്ടാക്കണ്ട. ഒരമ്പലത്തിലെ പൂജാരി പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ട് മൈത്രി ഉണ്ടാക്കണ്ട. അതിനല്ല മൈത്രി എന്നറിയാം, അതിന് മതലയനെന്നാ പറയാ. മതലയനത്തെ മതസൗഹാർദ്ദമായിട്ട് കാണുന്നു നമ്മൾ. മതസൗഹാർദ്ദം പാടില്ല, മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. ലളിതമായ ഉദാഹരണം മനസ്സിലായിട്ടില്ലെങ്കിൽ നല്ലൊരു ഉദാഹരണത്തിലൂടെ ഞാനിത് പറയാം. വളരെ ചിന്തിക്കേണ്ട ഒരു ഉദാഹരണം. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ വിദേശ മദ്യം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഫാസ്റ്റ്, എറിയുന്നു, പിടിക്കുന്നു. എന്താ? നശിക്കാനുള്ള വെള്ളം ഇതാ, പിടിച്ച് കുടിച്ച് നശിക്കും.